എല്ലാവർക്കും വാക്ക് വിത്ത് മീയുടെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സമരങ്ങൾ അല്ലെങ്കിൽ ആദ്യകാല കലാപങ്ങൾ എന്നായിരുന്നു നമ്മുടെ മെയിൻ ടോപ്പിക്ക്. നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് എടുത്തത്. അതിൻ്റെ ലാസ്റ്റ് പോർഷനാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഏതാണെന്ന് വെച്ചാൽ കുറിച്യർ കലാപം. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ വരാൻ പോകുന്ന 2027 LPUക്ക് വേണ്ടി ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഓൾറെഡി നമ്മൾ 3 വീഡിയോ ചെയ്ത് കഴിഞ്ഞു. ഇത് 4ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ട്, പഠിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ആ 3 ക്ലാസ് പോയി കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ക്ലാസ് ഫോളോ ചെയ്യുക. നിങ്ങളത് കണ്ടു, നിങ്ങൾക്ക് യൂസ്ഫുള്ളായി, നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലായി എന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കലാപമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുറിച്യർ കലാപം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, എല്ലാവരും നടുനിവർന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ കണ്ണുകൾ അടച്ച് ശ്രദ്ധയോടുകൂടി കേൾക്കുക. കേട്ടതിന് ശേഷം എന്ത് ചെയ്യുക, ലാസ്റ്റ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നോട്ട് തയ്യാറാക്കുക. ലാസ്റ്റ് നിങ്ങൾക്ക് ഞാൻ നോട്ട്സ് തരുന്നതായിരിക്കും, പക്ഷേ അത് നിങ്ങൾ അതേപോലെ പകർത്തി എഴുതരുത്. അതൊരു കറക്ഷൻ നോട്ടായിട്ട് മാത്രമേ കണക്കാക്കാവൂ. എല്ലാവരും സ്വന്തമായിട്ട് നോട്ട് എഴുതിയെടുക്കുക. ഇതേപോലെ തന്നെ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് തന്നെയാണ് പ്രയോജനം. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ എല്ലാ ദിവസവും റിവൈസ് ചെയ്യുക. റിവിഷൻ ഈസ് മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഞാൻ എപ്പോഴും പറയുന്നതാണ്. നാളെ ഞായറാഴ്ച നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല, നാളെ നിങ്ങൾക്ക് റിവിഷൻ ഡേ ആണ്. കാരണം എന്നും നമ്മൾ റിവിഷൻ ചെയ്യണം. ഞായറാഴ്ച നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റിപ്പീറ്റ് അടിച്ച് റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ ഒന്ന് അനലൈസ് ചെയ്ത് പോകുക. ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കുറിച്യർ കലാപം 1812 മാർച്ച് മാസം നടന്ന കലാപമാണ് കുറിച്യർ കലാപം. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം ഏതെന്ന് ചോദിച്ചാലും അത് കുറിച്യർ കലാപമാണ്. ഈ കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് രാമനമ്പി. അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് രാമമൂപ്പൻ. കുറിച്യർ കലാപം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തി. ഒന്നാമത്തെ കാരണം എന്താണ്? ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത്. ഈ നികുതി ചുമത്തിയത് പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു. ഇനി നികുതി പണം അടയ്ക്കാത്തത് കൊണ്ട് അടയ്ക്കാത്തവരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അപ്പൊ പറയുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചു കേൾക്കുക. കണ്ണുകൾ അടച്ചു വേണം ശ്രദ്ധിച്ചു കേൾക്കാനായിട്ട്. 1812 മാർച്ച് മാസം നടന്ന കലാപമാണ് കുറിച്യർ കലാപം. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്യർ കലാപം. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? രാമൻ നമ്പി. അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് രാമമൂപ്പൻ. കുറിച്യർ കലാപം പെട്ടെന്നുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, അടുത്ത കാരണമെന്ന് പറയുന്നത് നികുതി അടയ്ക്കാത്തവരുടെ ഭൂമി എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഒരു വട്ടം കൂടെ ഞാൻ പറയാം, എന്നോടൊപ്പം പറയുക, എന്നോടൊപ്പം പഠിച്ചു പോകുക. 1812 മാർച്ച് മാസം നടന്ന കലാപമാണ് കുറിച്യർ കലാപം. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്യർ കലാപം. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് രാമനമ്പി. അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് രാമമൂപ്പൻ. കുറിച്യർ കലാപത്തിന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത്, നികുതി പണമായി അടിക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാത്തവരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. കുറിച്യർ കലാപത്തിന് ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ഏതാണ് ആ മുദ്രാവാക്യം? എല്ലാവർക്കും അറിയാവുന്ന ഒരു മുദ്രാവാക്യമാണല്ലേ അത്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. കുറിച്യർ കലാപത്തിന്റെ മുദ്രാവാക്യം എന്ന് ചോദിച്ചാൽ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. നമ്മൾ പഴശ്ശി വിപ്ലവം പഠിച്ചപ്പോൾ പറഞ്ഞതാണ്, പഴശ്ശി കലാപത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച 2 ഗോത്ര വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അവരായിരുന്നു കുറിച്യരും കുറുമ്പരും. അങ്ങനെ പഴശ്ശിരാജയെ ഇവർ സഹായിച്ചത് കൊണ്ട് ബ്രിട്ടീഷുകാർ കുറിച്യരുടെയും കുറുമ്പരുടെയും തുണ്ടുഭൂമികൾ പിടിച്ചെടുത്തു. അപ്പോൾ പഴശ്ശി കലാപത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത് മൂലം ബ്രിട്ടീഷുകാര് കുറിച്യരുടെയും കുറുമ്പരുടെയും തുണ്ടുഭൂമികൾ പിടിച്ചെടുത്തു. ഇനി കുറിച്യരുടെ മേൽ നികുതി ചുമത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരെന്ന് ചോദിച്ചാൽ തോമസ് വാർഡൻ ആണ്. കുറിച്യരുടെ മേൽ നികുതി ചുമത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? തോമസ് വാർഡൻ ആണ്. ഇനി വയനാട്ടിലെ ഗോത്ര വിഭാഗക്കാർ നടത്തി വരുന്ന ഒരു കൃഷിരീതി ഉണ്ടായിരുന്നു. അതായിരുന്നു വെട്ടിച്ചൂട്ട് കൃഷി. വയനാട്ടിലെ ഗോത്ര വിഭാഗക്കാർ നടത്തി വരുന്ന കൃഷിയായിരുന്നു വെട്ടിച്ചൂട്ട് കൃഷി. അപ്പോൾ ഈ
വെട്ടിച്ചൂട്ട് കൃഷി നടത്താനുള്ള അനുമതി ബ്രിട്ടീഷുകാർ നിഷേധിച്ചു. അപ്പോൾ വയനാട്ടിലെ ഗോത്രവിഭാഗക്കാർ നടത്തിയിരുന്ന ഏത് തരം കൃഷിക്കാണ് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത്? വെട്ടിച്ചൂട്ട് കൃഷി. PYQ വെട്ടിച്ചൂട്ട് കൃഷി. കുറിച്യർ കലാപത്തെക്കുറിച്ച് നമ്മുടെ TH ബേബൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരുന്നു. ഒരു മാസം കൂടി കലാപകാരികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയേനെ. എന്തായിരുന്നു TH ബേബൻ പറഞ്ഞത്? ഒരു മാസം പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? TH ബേബൻ. ഇനി കുറിച്യർ കലാപം അടിച്ചമർത്തിയത് എന്താണെന്ന് നമുക്ക് നോക്കാം. 1812 മെയ് 8 ആയിരുന്നു കുറിച്യർ കലാപം അടിച്ചമർത്തിയത്. ശ്രദ്ധിക്കുക, 1812 മെയ് 8 ആയിരുന്നു കുറിച്യർ കലാപം അടിച്ചമർത്തിയത്. കുറിച്യർ കലാപത്തോടനുബന്ധിച്ച് വധിക്കപ്പെട്ട നേതാക്കൾ ആരെന്ന് നമുക്ക് നോക്കാം. 1 പ്ലാക്കൽ ചന്തു, 2 ഐരം വീട്ടിൽ കോന്തപ്പൻ, 3 രാമൻ തമ്പി. ശ്രദ്ധിക്കുക, ഇവര് ഏറ്റുമുട്ടലിലാണ് വധിക്കപ്പെട്ടത്. ഇനി ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഉണ്ടായിരുന്നു, വെൻകലോൺ കേളോ. അപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക, 4 പേരാണ് കുറിച്യർ കലാപത്തോടനുബന്ധിച്ച് വധിച്ച നേതാക്കൾ എന്ന് പറയുന്നത്, വധിക്കപ്പെട്ട നേതാക്കൾ. അപ്പോൾ നമുക്ക് ആരൊക്കെയാണ് നമുക്ക് നോക്കാം, ഒന്നും കൂടെ നോക്കാം. ശ്രദ്ധിച്ചു കേൾക്കുക. പ്ലാക്കൽ ചന്തു, ഐരം വീട്ടിൽ കോന്തപ്പൻ, രാമനമ്പി, അതുപോലെ തന്നെ വെൻകലോൺ കേളോ. എന്നോടൊപ്പം പറയാ, പ്ലാക്കൽ ചന്തു, ഐരം വീട്ടിൽ കോന്തപ്പൻ, പിന്നെന്താണ്, പിന്നെ ആരാണ്? ഓർത്ത് പറഞ്ഞേ, ആരാണ്? രാമനമ്പി, വെൻകലോൺ കേളു. ഒരു വട്ടം കൂടെ ഞാൻ പറയാം, എന്നോടൊപ്പം പഠിച്ചു പോകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇറിറ്റേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കാണാവുന്നതാണ് കേട്ടോ. ആരാണ് ഫസ്റ്റിലെ? പ്ലാക്കൽ ചന്തു, ഐരം വീട്ടിൽ കോന്തപ്പൻ, രാമനമ്പി, അടുത്തത് വെൻകലോൺ കേളു. കുറിച്യർ കലാപത്തിന്റെ നേതാവായ രാമനമ്പി നമ്മൾ വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അത് എന്നാണ് വധിക്കപ്പെട്ടത്? ഇമ്പോർട്ടന്റ് ആണ്. 1812 മെയ് 1 ആയിരുന്നു രാമനമ്പിയെ ബ്രിട്ടീഷുകാർ വധിച്ചത്. ഇനി ഈ ഒരു കലാപത്തിൽ, കുറിച്യർ കലാപത്തിൽ കുറിച്യരോടൊപ്പം സഹായിച്ച ഒരു ഗോത്ര വിഭാഗം ഉണ്ടായിരുന്നു. അത് ആരാണ്? കുറുമ്പർ ആയിരുന്നു. ആദ്യമേ പറയാനായിരുന്നു, അത് ഞാൻ വിട്ടുപോയി. അപ്പോൾ കുറിച്യർ കലാപത്തിൽ കുറിച്യരോടൊപ്പം നിന്ന ഗോത്ര വിഭാഗം ആരെന്ന് ചോദിച്ചാൽ കുറുമ്പരാണ്. ഇനി കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചതാരെന്ന് ചോദിച്ചാൽ കുമാരൻ വയലേരി. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ കുമാരൻ വയലേരി. ശ്രദ്ധിച്ചു കേൾക്കുക. രാമൻ നമ്പിയെ ബ്രിട്ടീഷുകാർ വധിച്ചത് എന്നെന്ന് ചോദിച്ചാൽ 1812 മെയ് 1. ഇനി കുറിച്യരോടൊപ്പം സഹായിച്ച ഗോത്ര വിഭാഗങ്ങൾ, കുറിച്യർ കലാപത്തിന് സഹായിച്ച ഗോത്ര വിഭാഗം ആരെന്ന് ചോദിച്ചാൽ കുറുമ്പർ. അതുപോലെ തന്നെ കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ കുമാരൻ വയലേരി. രാമൻ തമ്പി വധിക്കപ്പെട്ടത് 1812 മെയ് 1. കുറിച്യർ കലാപത്തിൽ കുറിച്യരെ സഹായിച്ച ഗോത്ര വിഭാഗം ആരെന്ന് ചോദിച്ചാൽ ആരാണ്? കുറുമ്പരാണ്. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രദ്ധിച്ചു കേൾക്കുക, നമ്മുടെ കുമാരൻ വയലേരിയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം കേരളത്തിൽ ഒരു ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം ഉണ്ടെന്ന്? അതെവിടെയാണെന്ന് അറിയാമോ? കോഴിക്കോട്. അപ്പോൾ കേരളത്തിലെ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട്. ഇതോടുകൂടി കുറിച്യർ കലാപം തീർന്നിരിക്കുകയാണ്. നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ അല്ലെങ്കിൽ ആദ്യകാല സമരങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഭംഗിയായി ഇവിടെ തീർത്തിരിക്കുകയാണ്. നിങ്ങളും എന്നോടൊപ്പം ഭംഗിയായി തീർത്ത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ട് നോട്ടുകളാണ് കാണുന്നത്. ഇനി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ നോട്ടുകൾ എപ്പോഴും നിങ്ങൾക്ക് ഒരു കറക്ഷൻ നോട്ടായിട്ട് മാത്രം കാണുക. എൻ്റെ നോട്ടുകൾ അതേപോലെ കോപ്പി ചെയ്തെടുക്കാതിരിക്കുക. എൻ്റെ നല്ല ആരുടെയും. നിങ്ങൾ സ്വന്തമായ രീതിയിൽ നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ഇത്രയും കേട്ടല്ലോ, ആ കേട്ട കാര്യങ്ങളിൽ നിന്ന് ഏതെല്ലാം കാര്യങ്ങൾ മനസ്സിലായ ആ എല്ലാ കാര്യങ്ങൾ നോട്ടുകളായി എഴുതിയെടുക്കുക. ഇനി എൻ്റെ നോട്ട് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു കറക്ഷൻ നോട്ടായിട്ട് മാത്രം കാണുക. നിങ്ങൾ എഴുതിയാൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ, തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ടി മാത്രം എഴുതുക. പിന്നെ ഏതെങ്കിലും പോയിന്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ പോയിന്റും കൂടെ കൂട്ടിച്ചേർക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ വീഡിയോ 1:15 ഞാൻ അപ്ലോഡ് ചെയ്തത്. കുറച്ച് കാരണങ്ങൾ കൊണ്ട് ആ ഒരു വീഡിയോ ഇനി മുതൽ നമ്മൾ വീഡിയോകളെല്ലാം 4 മണിക്കായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ഇനി എല്ലാവരും ഇതിൻ്റെ നോട്ട്സുകളൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് എവിടെയെങ്കിലും തിരുത്തലുകൾ വരുത്താനുണ്ടെങ്കിൽ ചെയ്യുക. എല്ലാവർക്കും തിരുത്തലുകളൊന്നും വരുത്താൻ കാണത്തില്ലായിരിക്കും. പിന്നെ കുറച്ച് പേരുകൾ പറയുമ്പോൾ അത് ഓർത്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് കാണും. അതൊന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് എല്ലാവരും പഠിച്ച് മുന്നേറുക. ഞാൻ പറയുന്നു, റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്.
എല്ലാവരും റിവൈസ് ചെയ്യുക. ഞായറാഴ്ച നിങ്ങൾക്ക് റിവിഷൻ ഡേ ആയിട്ടാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. റിവിഷൻ എല്ലാവരും ഞായറാഴ്ച റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. പറ്റുന്നവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഒന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമുക്കിനി തിങ്കളാഴ്ചയിൽ കാണാം.